അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമളാനിൽ നോമ്പ് നിബന്ധനയാക്കാനുണ്ടായ കാരണം ഖുർആനിൻ്റെ അവതരണാരംഭം കുറിച്ചത് കൊണ്ടാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആൻ നമ്മൾ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നും സൂചിപ്പിച്ചു. തുടർന്ന് റമളാനിനെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അർഹമുർറാഹിമനായ രാജസയ്യിദായ പടച്ച തമ്പുരാനെ കുറിച്ച് അറിയുവാൻ കൂടി ശക്തമായ നിർദ്ദേശം ഖുർആൻ വയ്ക്കുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ എന്നൊരായത്തുണ്ട്. നബിയെ, അങ്ങ് പറയണം, എൻ്റെ ദാസന്മാർ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചറിയും. അപ്പോൾ അവരോട് പറയണം, എന്നെ പ്രാപിക്കുവാൻ എന്നോട് ചോദിക്കാൻ പറയണം. ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കേണ്ടത് എന്നോടാണ്, എന്നോട് മാത്രമാണ്. അവർ വിശ്വാസം ഉൾക്കൊള്ളുകയും കാര്യങ്ങളെല്ലാം എന്നിൽ സമർപ്പിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് അവരോട് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നബിയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ റമളാനിൽ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ അറിയണമെന്നാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്നാണ്. ഒരു ദാസന് അവൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് ഇടയിൽ മറ്റൊരാളെയും ഒരു മധ്യവർത്തിയെയും വയ്ക്കേണ്ടതില്ല, ആശ്രയിക്കേണ്ടതില്ല എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിങ്ങനെയൊക്കെ വളരെ വ്യക്തമായും വളരെ പച്ചയായും ഖുർആൻ സൂചിപ്പിക്കുമ്പോഴും റമദാനിൻ്റെ ഈ സമയങ്ങളിലും റമദാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ അള്ളാഹുവോടല്ലാതെ മറ്റുള്ളവരോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ഒരുപാട് ആളുകളുടെ വിശ്വാസം തകർക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഈ റമദാനിൽ പോലും നമ്മൾക്ക് കാണേണ്ടി വരുന്നു എന്നത് ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ റബ്ബിനെ അറിയണം. അവൻ നമ്മളോട് ഏറ്റവും അടുത്തവനാണ്. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് അവൻ അടുത്ത് നിൽക്കുന്നത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ അവനോട് അടുത്താണുള്ളത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ ആ അള്ളാഹുവിനെയല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടതും വിളിക്കേണ്ടതും? കറകളഞ്ഞ ഈമാനുള്ള തൗഹീദുറച്ച സച്ചരിതരായൊരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് ഖുർആൻ ശക്തമായി ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സച്ചരിതരായ സദ്വൃത്തരായ സമൂഹമായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.